എന്റെ ചിത്രശലഭേ, എന്റെ തേനീച്ചേ, എന്റെ വീട്ടവളിയോ. ഇതാണ് ഞാൻ നിന്റെ കൂടെ റൊമാൻസിന് വരാത്തത്. അയ്യേ, റൊമാൻസിക്കാൻ പറ്റിയ ടൈം. മനുഷ്യ, ഈ വണ്ടി സ്റ്റാൻഡിൽ നടക്കാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞാണോ ടയറിന് മുട്ടയാണെന്ന്? എന്നാ നിനക്കൊരു വിഗ് വെച്ച് കൊടുക്കാൻ പാടില്ലായിരുന്നു. ആയിരിക്കുന്നതും കേൾക്കരുത് കേട്ടോ. നീ എന്റെ ഭാര്യയായി പോയി. ഇല്ലായിരുന്നു ഈ സ്പാനറിന് ഞാൻ തലക്കടിച്ചാണ്. എടി നിന്റെ വർത്താനം കേട്ടതൊന്നും ഞാനിത് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞത്. അത് ചേട്ടാ, എന്തോ ഈ വണ്ടിക്കകത്ത് ആൾക്കാരൊക്കെ എവിടെ പോയി? കോടമഞ്ഞ് കാണാനാന്ന് പറഞ്ഞൊരു 15 പേര് ഓരത്ത് നിൽക്കണ കണ്ട്. പിന്നെ ഞാൻ കണ്ടില്ല. ഈശ്വരാ, ഇനി അതിനും ഞാൻ ആൾക്കാരെ വിളിക്കണമല്ലോ. ഡിപ്പോയിൽ ഞാൻ വിളിച്ചതാണ്. അയ്യാ, ഡിപ്പോയെ വിളിക്കുന്ന ആരുമല്ല, പിന്നെ ഫയർഫോഴ്സിനാ. എന്നെ എടുക്കാനായിട്ട് പോയതിനെയൊക്കെ പിറക്കിയെടുക്കണ്ടേ? മനുഷ്യക്കൊരങ്ങ്. ചേട്ടാ, എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിക്കും, നിങ്ങളാണോ സിനിമ നടൻ ലാല്? അതിനങ്ങനെ ചോദിച്ചാ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ലാലൊന്നും അല്ല. പിന്നെ എന്റെ പൊന്നു ചേട്ടാ, എനിക്കൊരു വലിയ അസുഖമുണ്ട്. എന്നെ ചേട്ടാ, ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഞാൻ ഇതുപോലെ പൊട്ടിക്കറിയും. ഇതൊക്കെ എന്നാ അസുഖം അല്ലേ? 2 മിനിറ്റ് ആയില്ല. എന്നാ എനിക്ക് സമയം തെറ്റിയതാ. അല്ല, ഈ ബസ്സിന് ഇതെന്ത് പറ്റിയാ? ഈ ബസ്സിന് ചെറിയൊരു ജലദോഷം. അപ്പൊ ഞങ്ങൾ ഓർത്തു മൂക്ക് ചീറ്റിട്ട് മല കയറ്റാം. ഓഹോ, അങ്ങനെയാണല്ലേ? അല്ല, ഞാൻ അതല്ലേ ചോദിച്ചത്. ഈ ബസ്സിന് ശരിക്കും എന്ത് പറ്റിയതാന്ന്? നിന്റെ കണ്ണിൽ എന്നാ കുരു? ഈ ബസ്സിന് ടയർ പൊട്ടി. ഞങ്ങളൊക്കെ ഇവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുവോ. എന്റെ ദൈവമേ, ഈ ഹൈ റേഞ്ച് ഒക്കെ കയറി വരുമ്പോ നല്ലതൊക്കെ ഇട്ടോണ്ട് വരണ്ടേ? ഈ ഷർട്ടിനും പന്നിനും എന്താ പ്രശ്നം? വെണ്ടേശ്വര, അതല്ല പറഞ്ഞത്. എടാ, നല്ല ടയർ ഇട്ടോണ്ട് വരണ്ടത്. ചേട്ടാ, ചേട്ടാ, എന്നാ ഇതിന്റെ അപ്പുറത്തെ സ്റ്റോപ്പാണോ ഈ പൂപ്പാറ? അതെ, ഇതിന്റെ അപ്പുറത്തെ സ്റ്റോപ്പാണ് പൂപ്പാറ. ചേട്ടാ, അരിക്കൊമ്പന്റെ സ്ഥലം. അതെ, അരിക്കൊമ്പന്റെ സ്ഥലം. അല്ല, ഈ അരിക്കൊമ്പൻ എന്നുള്ള പേര് എങ്ങനെ വന്നേ? അയ്യോ, അത് അറിയത്തില്ലേ? ഇല്ല. ഈ അരി മുഴുവൻ കട്ടി തിന്നുന്നോണ്ടാണ് അവന് അരിക്കൊമ്പെന്ന് പേര് വന്നത്. അപ്പൊ ഈ ചക്കക്കൊമ്പനോ? അവന് ഈ ചക്ക മുഴുവൻ കട്ടി ഇരുന്നോണ്ടാണ് അവന് ചക്കക്കൊമ്പെന്ന് പേര് വന്നത്. ഇവന്മാരി കശുകൊണ്ട് കട്ടുന്നാലോ? മാറിക്കേ മോനെ, അറിയേ. എടാ, നിനക്ക് എന്തിന്റെ കേടാണ്? നിനക്ക് എനിക്ക് അറിയാൻ പാടില്ല. നിനക്ക് എന്തിന്റെ കേടാണ്? നിനക്ക് സംശയം ചോദിച്ചത്. അതിന് അത് വണ്ടിയിൽ എത്ര പേരുണ്ടെന്നാ പറഞ്ഞേ? 15 പേര്. ഇനി 14 ഉള്ളു കേട്ടോ. അതെന്താ? ഇത് നിനക്ക് ആരെന്ന് മനസ്സിലായി? ഞാൻ ഭർത്താവും അവള് ഭാര്യയാണ്. അയ്യോ, നിങ്ങൾ ഭാര്യ ഭർത്താവാണോ? ആദ്യത്തെ ട്രിപ്പാ. എനിക്ക് അറിയത്തില്ല. വയറ് നിറഞ്ഞിരിക്കുക. അതല്ല, എനിക്ക് സന്തോഷമായിരുന്നു. ചേച്ചി, നിങ്ങളെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താ? ചേച്ചിക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയത്? അതെന്റെ അച്ഛൻ പോയ വഴിക്ക് കിട്ടിയതാ. ആ വഴി എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ഈ ജോലി ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അങ്ങനല്ലേ. ഇവിടെ തലയിൽ ഓണത്തപ്പനുള്ളവനെ നീ വന്നടാ. നീ എന്റെ ഭാര്യനെ കളിയാക്കുമല്ലേ? ഭാര്യ കളിയാക്കുമല്ലേ? അവൾ എന്നാ പറഞ്ഞത്? അവൾ അച്ഛൻ മരിച്ചു പോയപ്പോ കിട്ടിയാടാ. അച്ഛൻ മരിച്ചു പോയോ? യെസ്, ഏർലി ഡെഡ് തന്ത. അച്ഛൻ മരിച്ചു പോയി. നിനക്ക് അച്ഛനുണ്ടോ? എന്നെ നിനക്ക് വേണമായിരുന്നു. അല്ല, എന്തെങ്കിലും അച്ഛന്റെ കഥയുണ്ടോ? എന്റെ ഒരു കഥയുണ്ട്. എന്നാ പറയൂ. എനിക്കും ഉണ്ടായിരുന്നു ഒരച്ഛൻ. പിന്നെ ഞങ്ങൾക്ക് നെല്ലിക്കക്കൊട്ടം പറഞ്ഞ പോലെ അച്ഛന്മാരല്ലോ. ഞാൻ പ്രാകുവേ. ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് പോട്ടെ. എനിക്കും ഉണ്ടായിരുന്നു ഒരച്ഛൻ. എന്നിട്ടോ? എന്റെ അച്ഛൻ വലിയൊരു ഹോസ്പിറ്റലായത്. എന്നിട്ടോ എന്റെ അച്ഛനെ എന്റെ അരിയെ കൊന്നു കളഞ്ഞു. മരങ്ങളിൽ നിന്ന് ഓക്സിജൻ കിട്ടുന്നതെന്ന് പറഞ്ഞ് ശ്വാസം മുട്ടി കിടന്ന അച്ഛന്റെ മൂക്കി കൊണ്ട് തുളസി തൈ നട്ടു കൊടുത്തു. അപ്പൊ അച്ഛൻ അതിന്റെ മൂട്ടിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്തോണ്ടിരിക്കുന്നത്. എന്നാ ജീവിതം അല്ലേ? 2 മിനിറ്റ് ആയി. ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞോടുന്നു. അതെ, തന്റെ ഇവിടെ ചായ നല്ല ചായ വല്ലതും കിട്ടും. നല്ല ചായ ഉണ്ടല്ലോ. 2 ചായ ഇട്ടുണ്ട് വരാം. പഞ്ചസാര ഇടണോ? ഇല്ല, കുറച്ച് വിഷം ഇടും. അയ്യോ, ഇവിടുവാ. ഈ ബസ്സിലുണ്ടായിരുന്നവരൊക്കെ മഞ്ഞ് കൊള്ളാൻ പോയി. ആ ഹർഭജ സിംഗ് ആണെങ്കിൽ അവിടെ നിന്ന് ചായ അടിക്കും. നമ്മുടെ മാലിക്കുട്ടിനും സുന്ദുമോനൊക്കെ ഒരു കൂട്ട് വേണ്ടി. അത് നമുക്ക് ആലോചിക്കാം ചേട്ടാ. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എനിക്ക് പറ്റിന്ന് പറഞ്ഞാ പോരെ? നമ്മുടെ ടിക്കറ്റ് മെഷീൻ ഇല്ലേ, അതെന്റെ നഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. ടിക്കറ്റ് മെഷീൻ കാണാതെ പോയി. കൊണ്ടക്കളഞ്ഞ എന്റെ ദൈവമേ. നീ എന്റെ കൂടെ കൂടി എന്തിനാന്നറിയാമോ? എന്റെ കഷ്ടകാലം കിഷ്കണ്ടാകാണ്ടോ കാണാൻ വേണ്ടി. അത് സിനിമയല്ലേ? ലോജിക്ക് നോക്കരുത്. എടി, നമ്മുടെ 2 പിള്ളേരിൽ ഏതെങ്കിലും ഒന്നിനെ നീ കൊണ്ടക്കളഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഇത് ഗവൺമെന്റ് സാധനം. അത് എനിക്ക് എത്രയും പെട്ടെന്ന് കൊണ്ട് തരാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ജോജി ഇവിടെ നിൽക്കും, ഞാൻ അവർ ചെന്ന് മനസ്സിലാക്കിട്ട് വരാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നീ എനിക്ക് ആ സാധനം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോണ്ട് പറയണം. 2 മിനിറ്റ് ആയി. നിന്റെ ചായം വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ആ സാധനം കിട്ടണം. എത്രയും പെട്ടെന്ന് നീ എനിക്ക് ആ സാധനം കൊണ്ട് തരണം. ശരി, ദൃശ്യത്തിലെ ഹൺസിക്ക് കളിച്ച് നീ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. ഇനി ഞാനിത് എവിടെ നിന്ന് കണ്ടുപിടിക്കും? എനിക്കറിയാൻ പാടില്ല. കൊരങ്ങന്റെ പൂമാല എന്ന് കേട്ടിട്ടുണ്ട്. കൊരങ്ങന്റെ ടിക്കറ്റ് അടിക്കണ വിഷയം. ഇപ്പൊ
എനിക്ക് സാറിന് ഒരേ സൗണ്ട്. നീ എന്തെങ്കിലും പറയാൻ ഒന്ന് മേടിച്ചാടാ. ഞാൻ വല്ലതും പറയും കേട്ടോ. എന്റെ തല മങ്കിക്കാപ്പുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ എന്റെ പേര് മങ്കിന്നല്ല. എന്തെങ്കിലും പറയും മേടിച്ചാടാ. എന്റെ പൊന്നു സാറേ, ആ കുരങ്ങൻ മഹാ മറ്റവനാ. അതിനാന്നോ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ ചായ അടിച്ചോണ്ടിരിക്കുമ്പോ ഈ കുരങ്ങൻ വന്ന് എന്റെ കയ്യെ പിടിച്ചോണ്ട് അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ അമ്മയോട് പറയുവാ, അമ്മേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ കാണാൻ പോയ മൂത്ത മോനെ കിട്ടിയിട്ടുണ്ടെന്ന്. അത്രയും വൃത്തികെട്ട കുരങ്ങനാണ് ഇത്. എന്നാ പറയും മേടിക്കും, ഞാൻ ഒരു കല്ലിനിറങ്ങിയിട്ടാലോ. കല്യാണത്തിനല്ലേ അതിന് ഈ മരത്തിന് വലിയൊരു ഐതിഹ്യം പറയാനുണ്ട്. എനിക്കറിയാൻ പാടില്ല. സാറിന് അറിയത്തില്ലേ? എനിക്കറിയത്തില്ല. ഇതിന്റെ ഐതിഹ്യ കഥ അറിയത്തില്ല. ചേച്ചിക്ക് അറിയാം ഇതിന്റെ ഐതിഹ്യ കഥ. എനിക്കൊന്നും അറിയത്തില്ല. ചേച്ചിക്ക് അറിയത്തില്ലേ? ഈ കഥ ആരോട് ചോദിച്ചാ പറയുന്നു? അത് നിനക്കറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല. ഞാനുണ്ടല്ലോ, ഞാൻ വല്ലതും ചെയ്യും. പൊക്കള വളർന്ന് എടി ഓന്തു നാരായണന്റെ മോളെ, നീ ആ സാധനം എടുത്തോണ്ട് വാ. സതീഷ് ചേട്ടാ, നിങ്ങൾ കുറെ നേരം കൊണ്ട് സംസാരിക്കും, അതെല്ലാം ഞാൻ കേട്ട് സഹിച്ചു. എന്റെ അച്ഛനെ കുറിച്ച് എല്ലാം പറഞ്ഞാലുണ്ടല്ലോ. എടി എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേർക്ക് ഡൈനോസറിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് ഓന്തിനെ പിടിച്ചു കൊടുത്ത നിന്റെ അച്ഛനെ ഞാൻ ജെയിംസ് ക്യാമറോണെ എന്ന് വിളിക്കാം. അല്ല, എനിക്കൊരു സംശയം. അല്ല മോനെ, ആരാ ഈ ജെയിംസ് ക്യാമറ? എടാ എന്റെ ചിറ്റപ്പന്റെ മോനെ 5 വയസ്സിൽ പോളിയോ വന്ന് ചത്തുപോയി. നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? സാറേ ഞാൻ കൊല്ലിഞ്ഞ ഉറപ്പടി ഞാൻ സാധനം എടുത്തൊരു പാടി. എന്തായാലും നഷ്ടപ്പെട്ടത് ഞാൻ തന്നെ വാങ്ങിച്ചോളാം. വാങ്ങണം. ഞാൻ തന്നെ വാങ്ങിച്ചോളാം. കരളെ നിൻ കൈ പിടിച്ച കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കൊള്ളുന്നൊരു വെൺപിറാവ്. എന്റെ പൊന്നു സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ കുരങ്ങനെ വശീകരിക്കാനാണ് വിട്ടത്, അല്ലാതെ കളിയാക്കാനല്ല. ഈ പെണ്ണുമ്പിള്ള എന്നെ കാണിക്കുന്നത്, എന്നാ പെണ്ണുമ്പിള്ള കാണിക്കുന്നത്? എന്നാടാ നീ കിടന്ന് കാണിക്കുന്നത്? അല്ല, ഇവിടെ ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും ഒരു കുരങ്ങനെ നിപ്പുണ്ടായിരുന്നു. സാറിങ്ങനെ നിന്നാ മതിയോ? ആ കുരങ്ങന്റെ മേടിച്ചേ. ആരടാ ഈ സമയത്ത് കിടന്ന് വിളിക്കണത്? അയ്യോ ഡിപ്പോ ഇന്ന. എന്റെ ദൈവമേ, ചില്ലക്ഷരം പറഞ്ഞു കളിക്കണം. ചില്ലക്ഷരം പറയുന്ന അല്ലടോ. എടോ, ഇവിടെ റേഞ്ച് ഇല്ലെന്ന്. ഇവിടെ ജിയോയ്ക്ക് മാത്രമേ റേഞ്ച് ഉള്ളൂ. നീ പെട്ടെന്ന് പോയി ജിയോനെ വിളിച്ചിട്ട് വരാം. എന്തിനാണോ എന്നെയും കൂടെ താനിങ്ങനെ തകർക്കുന്നത്? ടെൻഷന്റെ പുറത്തു എനിക്ക് ഇതിൽ ഒരു കാര്യം മനസ്സിലായി. നീ ഈ ഡിപ്പോ എന്ന് വരുമ്പോ ഒരു കാര്യം പറയണം. ഈ ഒരു ഡ്രൈവർ രാജിവെച്ചു. അതിനത് വണ്ടിയിൽ ബാക്കി എത്ര പേരുണ്ട്? 14 പേര്. 14 പോയി കേട്ടോ. എന്തിനാടാ കാര്യണത്? ഇത് ഓർത്തില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.